CMA എക്സാം എന്ന് പറയുമ്പോൾ ഒരു 4 hour നമ്മൾ ഇരിക്കണം. സോ ഓൺലൈൻ തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടും. ഗീവ സാർ എപ്പോഴും ഒരു കേസ് സ്റ്റഡീസിലാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റും അതിന് ചുറ്റുമുള്ള എല്ലാം ആള് പഠിപ്പിച്ചു തരും. സോ നമുക്കതിങ്ങനെ പ്രാക്ടിക്കലി ആയാലും എവിടെ എപ്പോ അതിങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു നോളേജ് കിട്ടും. ബാക്കി എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും ഒരു കോർ ബേസ്ഡ് ആണ് സ്റ്റഡീസ് വരുന്നത്. CMA എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രോഡ് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് ഒരുപാട് ഇതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് അനറ്റ്. ഇപ്പോ HNR ബ്ലോക്കില് അസോസിയേറ്റ് ടാക്സ് അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അനറ്റിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് സൂചിപ്പിക്കാമോ? ഇപ്പൊ BCom കഴിഞ്ഞു. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കൊടകരയിൽ നിന്നാണ് BCom ചെയ്തത്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിനാൻസ്. ഓക്കെ. എന്തുകൊണ്ടാണ് അനറ്റ് ഈ ഒരു ഗ്രാജുവേഷൻ കോഴ്സിന്റെ കൂടെ CMA, ബാക്കി ഒരുപാട് പ്രൊഫഷണൽ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, CM CS-ഉം ബാക്കി എല്ലാവരും പോകുന്ന കുറെ കോമൺ ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസിൽ നിന്ന് മാറി എന്തുകൊണ്ട് CMA തന്നെ ചൂസ് ചെയ്തു? ബാക്കി എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും ഒരു കോർ ബേസ്ഡ് ആണ് സ്റ്റഡീസ് വരുന്നത്. CMA എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്രോഡ് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് ഒരുപാട് ഇതിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ CMA യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ഒരു ക്രൗഡിൽ നിന്നും നമുക്കൊരു ഔട്ട്സ്റ്റാൻഡിങ് ഇത് കിട്ടുന്നുണ്ട്. ഓക്കെ. ജോബിന് അപ്ലൈ ചെയ്തപ്പോ ഈ CMA എന്ന് പറയുന്ന ഒരു പാർട്ട് 2 പാസ്സായിട്ടുണ്ടല്ലേ? ഓക്കെ. ഈ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എത്രത്തോളം സഹായിച്ചു? ഒരു അഡീഷണൽ സ്കോർ പോലെ ഇത് വർക്ക് ചെയ്തു. പിന്നെ അവിടെ US ടാക്സേഷൻ ആണ്. സോ CMA US ആയതുകൊണ്ട് ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടി. ഓക്കെ. എന്തുകൊണ്ടാണ് CMAയുടെ കോച്ചിങ്ങിന് ഇൻവൈസർ ചൂസ് ചെയ്യാനുള്ള കാരണം? ഗീവ സാറ് ഒരുപാട് എനിക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, സം സോർട്ട് ഓഫ് എ ഡെമോ. സോ അതിൽ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ആളെപ്പോഴും ഒരു കേസ് സ്റ്റഡീസിലാണ് ഇങ്ങനെ കംപ്ലീറ്റ് സാധനം ഒരു കോൺസെപ്റ്റും അതിന് ചുറ്റുമുള്ള എല്ലാം ആള് പഠിപ്പിച്ചു തരും. സോ നമുക്കതിങ്ങനെ പ്രാക്ടിക്കലി ആയാലും എവിടെ എപ്പോ അതിങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു നോളേജ് കിട്ടും, അപ്പാർട്ട് ഫ്രം CMA എക്സാംസ്. സോ അതുകൊണ്ടാണ് ഇൻവൈസർ ചൂസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവർ സാറിന്റെ ക്ലാസ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? ഗീവ സാർ വളരെ നല്ല ക്ലാസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് മറ്റു സാർമാരെ വെച്ച് നോക്കുമ്പോൾ ഗീവ സാറിന്റെ ക്ലാസ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസ് സ്റ്റഡീസിലായിരിക്കും. പിന്നെ ഫോർമുലാസ് ഒന്നും ആള് നമുക്ക് പഠിപ്പിച്ചില്ല. നമ്മൾ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കുക, അതെങ്ങനെ വന്നു, എവിടെ അപ്ലൈ ചെയ്യണം, അതൊക്കെയാണ് നമുക്ക് പറഞ്ഞുതരാം. സോ അതുകൊണ്ട് ഏത് സിനാരിയോ വന്നാലും ഇപ്പൊ എക്സാമിനായ പോലും നമുക്ക് ഒരു സർപ്രൈസ് ഷോക്ക് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് നമുക്കത് അങ്ങനെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റും. സോ അത് സാറിന്റെ ക്ലാസ്സിലെ വളരെ ഒരു ഇതാണ്. ഓക്കെ. അപ്പൊ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തിയറി ബേസ്ഡ് കോച്ചിങ്ങിനേക്കാൾ എത്രയും കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് നമ്മുടെ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അല്ലേ? ഓക്കെ. ഇപ്പം പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സിന്റെ കോച്ചിങ്ങിന് നമ്മൾ പോകുമ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അപ്രിഹെൻഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻസും ഉണ്ട്. ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും, ഞാൻ ഇത്രയും പ്രൊഫഷണൽ കോഴ്സാണ്, ഇത്രയും സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സസിനേക്കാളും ഒരു നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ എഫിഷ്യൻസി ഓൺലൈൻ ക്ലാസ്സിന് തന്നെയാണ് കൂടുതലും തോന്നിയിട്ടുണ്ട് ലേണിങ്ങിന്. ഓൺലൈൻ ക്ലാസ് ആണ്. മാത്രമല്ല ഇപ്പൊ CMA എക്സാം എന്ന് പറയുമ്പോൾ ഒരു 4 hour നമ്മൾ ഇരിക്കണം. സോ ഓൺലൈൻ തന്നെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ കിട്ടും. ലൈക്ക് കുറച്ചുകൂടി ഡിസിപ്ലിൻ, കുറച്ചുകൂടി ടൈം മാനേജ്മെന്റും ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കൺസെപ്റ്റും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് സാധ്യത ഉണ്ടായിരുന്നു. ലൈക്ക് പക്ഷെ ഓൺലൈൻ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് പോയിണ്ടായി. ഓക്കെ. ഇൻവൈസറിനെ കൂടാണ്ട് മറ്റ് സ്ഥലങ്ങളിലെ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഡെമോ ആയിട്ടും അല്ലാണ്ടും ഒക്കെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇൻവൈസറിന്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? അവിടുത്തെ എല്ലാ ട്രെയിനീസും അവർക്ക് എല്ലാവർക്കും ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പൊ റെക്കോർഡ് നമുക്ക് ഈ ലൈവ് സെക്ഷൻസ് തന്നെ നമുക്ക് റെക്കോർഡഡ് തരും. സോ നമുക്കിപ്പോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡഡ് സെഷൻ നോക്കാം. അല്ലെങ്കിൽ പിന്നെ ഇൻവൈസറിലെ ആര് വേണമെങ്കിലും വിളിച്ചാലും നമുക്ക് അപ്പൊ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുമായിരുന്നു. സോ ഐ തിങ്ക് ഇൻവൈസർ മച്ച് ബെനിഫിറ്റ്. ഓക്കെ. അപ്പൊ ഇവൻ ഓൺലൈൻ ആണെങ്കിൽ പോലും ഒരു ത്രൂ ഔട്ട് ഒരു
സ്റ്റുഡന്റ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസിനാണെങ്കിലും എല്ലാം ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ ഇൻവൈസറിനുണ്ട് അല്ലേ? ഓക്കെ. ഇൻവൈസറിന്റെ നിങ്ങളുടെ ഒരു CMA റിവ്യൂ മെറ്റീരിയൽ അപെക്സോൺ അല്ലെങ്കിൽ എൻഗേജ് എന്ന് പറയുന്നു ആ ഒരു പ്ലാറ്റ്ഫോം എത്രത്തോളം എക്സാം പ്രിപ്പറേഷന് സഹായിച്ചിട്ടുണ്ട്? ഐ തിങ്ക് ഒരു 90% നമ്മൾ അതിലായിരുന്നു റിലൈ ചെയ്തിരുന്നത്. ലൈക്ക് അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ്, വീക്ക്ലി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് സാർ അയച്ചു തരും. പിന്നെ റെക്കോർഡഡ് ആയാലും പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട് അതിൽ. സോ നമ്മള് ചില ലൈവ് ക്ലാസ്സസ് മിസ് ചെയ്താലും അപ്പാക്സലിൽ പോയി നമ്മളത് നോക്കുമായിരുന്നു. CMA പാർട്ട് 2 പാസ്സായ എന്നൊരു കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കും ഒരു ജോബ് ഇന്റർവ്യൂവിൽ അപ്പിയർ ചെയ്ത് ഒരു സക്സസ്ഫുൾ കാൻഡിഡേറ്റ് എന്ന നിലയ്ക്കും അനറ്റിന്റെ എക്സ്പീരിയൻസസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഹാർഡ് വർക്ക് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ, എന്താണ് അഡ്വൈസ്, എത്രത്തോളം ഇൻവൈസിന്റെ ക്ലാസ്സസും സാറ് പറഞ്ഞ കാര്യങ്ങളും വന്നു, അങ്ങനെ ഒരു എന്തായാലും ഞാൻ പറയുമ്പോ ബുക്കിൽ അങ്ങനെ നോക്കി പഠിക്കുന്നതായിരുന്നില്ല. സാർ പറഞ്ഞിരുന്ന ഒരുപാട് കോൺസെപ്റ്റ് ലൈക്ക് അത് എഴുതി വെച്ച് അത് നോക്കുമായിരുന്നു. അത് ജസ്റ്റ് റിവ്യൂ ആയിരുന്നു. പിന്നെ എക്സാംസ് എടുത്തപ്പോ ആ ഒരു 1 മന്തിലായിരുന്നു ഞാൻ ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരുന്നത്. ബാക്കിയെല്ലാം സാർ പറഞ്ഞ കോൺസെപ്റ്റും സാർ പറഞ്ഞ ഫോർമുലാസും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. സോ എനിക്ക് അതും കുറച്ചുകൂടെ വളരെ എഫക്റ്റീവ് ആയിരുന്നു. മീൻസ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കണം എന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോ ജോബ് ഇന്റർവ്യൂവിന് പോയപ്പോഴും ചില ക്വസ്റ്റ്യൻസ് സാർ പറഞ്ഞ പോലെ ആയിരുന്നു. ലൈക്ക് സാർ ഇങ്ങനെ ചില സിനാരിയോസ് ഇട്ട് തന്നിട്ട് നമുക്ക് അതിന്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പോലെ ആയിരുന്നു. അപ്പൊ സാറിന്റെ എക്സ്പ്ലനേഷൻ വഴിയൊക്കെ അതിന്റെ ഇതൊക്കെ കിട്ടിയിരുന്നു. സോ അതും എനിക്ക് ജോബ് ഇന്റർവ്യൂവിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇൻവൈസറിനെ മറ്റു ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്യുമോ? ഇഫ് യെസ്, ഹൗ ആൻഡ് വൈ? ഒബ്വിയസ്ലി യെസ്. ലൈക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു കരിയർ എക്സലൻസ് വേണമെന്നുണ്ടാവും. പക്ഷെ അത് ഷോർട്ട് ടൈമിൽ കിട്ടുകയാണെങ്കിൽ അത് ഇൻവൈസർ ആയിരിക്കും ഏറ്റവും നല്ലത്. ലൈക്ക് ത്രൂ ഔട്ട് ഇത്രയും സപ്പോർട്ടും എല്ലാം കൂടെ ആയിട്ട് സോ ഇൻവൈസർ തന്നെയായിരിക്കും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാം. Okay. Thank you, Annette, and congratulations and all the best for your future. Thank you.